കോൺഗ്രസുമായിട്ട് കൂടിയെന്നാണല്ലോ വർഗവഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിനർത്ഥം. ആദ്യം അത് ആരാ ചെയ്തിട്ടുള്ളത്? ഞങ്ങൾ പാർട്ടി ആദ്യം ഉണ്ടെങ്കിൽ യു പി എ സമ്പ്രദായം കൊണ്ടുവന്നതിന് നേതൃത്വം കൊടുത്തത് ഹർകിഷൻ സിംഗ് സുർജിത്ത് എന്ന് പറഞ്ഞ ഞങ്ങളുടെ മഹാനായ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് ആ ഭരണം നിയന്ത്രിച്ചത് സുർജിത്തായിരുന്നു. അപ്പോൾ അന്ന് യു പി എയിൽ CPM ഉണ്ട്. പിന്നീട് ഇന്നിപ്പോൾ ഇന്ത്യ മുന്നണി ഉണ്ടല്ലോ. ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധി ചേർന്നിരിക്കുന്ന സ്ഥാനത്ത് അടുത്ത് പോയിട്ടില്ലേ MA ബേബിയും പോയി ഇരിക്കുന്നത്. അപ്പോൾ അവിടെ എവിടെയാണ് പിന്നെ വർഗവഞ്ചന? ഇന്ന് 4 MPമാർ ഇന്ന് പാർലമെൻറ്റിലുണ്ട് CPMന്. അതിൽ ഒരു MP മാത്രമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലെ കോൺഗ്രസിൻ്റെ എതിർപ്പോടുകൂടി ജയിച്ച ഒരു MP മാത്രമുള്ളൂ, രാധാകൃഷ്ണൻ. ബാക്കി 3 MPമാരുണ്ടല്ലോ. 2 തമിഴ്നാട്ടിൽ നിന്നാണ്, ഒരാൾ രാജസ്ഥാനിൽ നിന്നാണ്. ഇതെല്ലാം കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി ജയിച്ചവരല്ലേ. പിന്നെ എന്ത് വർഗവഞ്ചന ഞാൻ കാണിച്ചത്? അവരെല്ലാം കോൺഗ്രസോടുകൂടി പിന്തുണയോടുകൂടി ജയിച്ചിട്ട് 3 MPമാർ ഇന്ന് പാർലമെൻറ്റിൽ ഇരിക്കുന്നുണ്ട്. കോൺഗ്രസ് പിന്തുണയോട് ജയിച്ചിട്ട് 3 MPമാർ പാർലമെൻറ്റിൽ ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അവരല്ലേ വർഗവഞ്ചകർ? അതുകൊണ്ട് ഇത്തരം പദപ്രയോഗങ്ങളൊക്കെ ഉണ്ടാവും നമുക്കറിയാം. ഞാനൊരു വർഗത്തെയും വഞ്ചിച്ചിട്ടില്ല. എൻ്റെ നിലപാട് കൃത്യമാണ്. അത് വർഗത്തെ വഞ്ചിച്ചത് അത് ഗോവിന്ദ മാഷാണ്.